കേരളം ഞെട്ടിത്തെരിച്ച ആ ദിവസം ഓരോ മലയാളിയുടെയും മനസ്സിൽ അഫാൻ എന്ന ഈ 25 വയസ്സുകാരൻ്റെ മുഖം മാത്രമായിരുന്നു. അത് എന്തുകൊണ്ടെന്നാൽ ഒരിക്കലും ഒരു മകനും ഒരു ജ്യേഷ്ഠനും ചെയ്യാൻ കഴിയാത്ത കാര്യം തന്നെയാണ് ഇവൻ ചെയ്തത്. നിരപരാധികളായ 5 ജീവനെ യാതൊരു കാരണവും കൂടാതെ തന്നെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞ അഫാൻ കഴിഞ്ഞ 25-ാം തീയതി പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത കേട്ട ഒട്ടേറെ ജനങ്ങൾ ഇനി അവൻ ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരല്ലേ എന്ന് തന്നെ പറഞ്ഞു. അർഹമായ ശിക്ഷ ഇതല്ലെന്നും അവൻ ഒരിക്കലും മരിക്കരുതെന്നും പൂർണ്ണ ശിക്ഷ അനുഭവിക്കാതെ അവന് ഒരിക്കലും മരണം നൽകല്ലേ എന്നും മറ്റു പലരുടെയും വാക്കുകൾ. ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് അഫാൻ്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. അതിനുശേഷം അല്പം മെച്ചപ്പെട്ട അഫാനെ ICUയിൽ പ്രവേശിപ്പിക്കുകയും ഓർമ്മശക്തി നഷ്ടപ്പെട്ട നിലയിലാണ് ഇപ്പോൾ അഫാനുള്ളത് എന്നായിരുന്നു നമ്മൾ അറിഞ്ഞത്. അതെ, അഫാനെ അത്ര പെട്ടെന്ന് സുഖമായി മരിക്കുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കില്ല. ഇവൻ ചെയ്ത നീചകൃത്യത്തിനുള്ള തക്കതായ ശിക്ഷ മുഴുവൻ അനുഭവിക്കാതെ ഇവനെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ അവൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഗുരുതരാവസ്ഥയിൽ നില തുടർന്ന അഫാൻ ഇപ്പോൾ ഏതവസ്ഥയിലാണുള്ളത് എന്നറിയാം. സ്വബോധം നഷ്ടപ്പെട്ട നിലയിലായ അഫാനെ ഓർമ്മശക്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഈ കേസ് ഫയൽ തന്നെ ക്ലോസ് ചെയ്യേണ്ടി വരുമായിരുന്നു. മറ്റു മക്കളെക്കാളും അഫാനെ ഒട്ടേറെ വളരെ വാത്സല്യത്തോടു കൂടി സ്നേഹിച്ചിരുന്ന ഒരാളാണ് അഫാന്റെ ഉപ്പയായ അബ്ദുറഹീമിൻ്റെ ഉമ്മ സൽമ ബീവി. ആ വൃദ്ധയായ സ്ത്രീയോട് പോലും ഒരു ദാക്ഷിണ്യവും കാണിക്കാതെയാണ് അഫാൻ എന്ന ഈ ക്രൂരമൃഗം അതിക്രൂരമായി അവരെയും കൊലപ്പെടുത്തിയത്. ഇതൊരിക്കലും സഹിക്കാനാകില്ല എന്നാണ് അഫാന്റെ ഉപ്പയായ അബ്ദുറഹീം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അഫാൻ ഇനി ഏത് നിലയിലാണെങ്കിലും ഇത് അഫാന്റെ മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കില്ല. തക്ക ശിക്ഷ ഇവന് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ആ മാതാപിതാക്കളുടെയും ആവശ്യം. ശിക്ഷ ഇവന് ഏറ്റവും അർഹമായത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇവൻ എത്ര ശ്രമിച്ചിട്ടും ഇവന് ജീവൻ വെടിയാൻ പോലും കഴിയാത്തത്. ഒരിക്കലും നിനക്ക് രക്ഷയില്ല എന്നുള്ളതിനുള്ള തെളിവ് തന്നെയാണ് ഇതെല്ലാം. അഫാന്റെ നില ഇപ്പോൾ പൂർണ്ണമായും മെച്ചപ്പെട്ട നിലയിലാണ്. ഓർമ്മശക്തി തിരിച്ചു കിട്ടി ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്ക് അഫാൻ മാറിയിരിക്കുന്നു. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ അഫാൻ ആദ്യ ദിവസങ്ങളിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. പിന്നീട് ICUയിലേക്ക് മാറ്റി ചികിത്സ തുടർന്നെങ്കിലും ഓർമ്മശക്തി വീണ്ടെടുക്കാനുള്ള സാധ്യത കുറവാണെന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം. ശരീരത്തിന്റെ ഒരു ഭാഗം തളരാനുള്ള സാധ്യതയും പറഞ്ഞിരുന്നു. ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഓർമ്മശക്തി വീണ്ടെടുത്തതായി വ്യക്തമായത്. ഒപ്പമുള്ളവരെ തിരിച്ചറിഞ്ഞു. ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം പോലീസുകാർ ചോദിച്ചെങ്കിലും പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. പൂർണ്ണ ആരോഗ്യവാനാകാൻ സമയമെടുക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. സഹോദരനടക്കമുള്ള 5 അടുത്ത ബന്ധുക്കളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അഫാൻ. 3 കേസുകളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു.